നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഓരോ അത്യാഹിതങ്ങളും നമ്മുടെ ഉള്ളിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ ഉണർത്താനുള്ള വലിയ ഒരു ഉൾവിളിയായിട്ട് വരേണ്ടതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഷാർജയിൽ നടന്ന 2 മരണങ്ങൾ. ഇവർ രണ്ടുപേരും നമ്മുടെ മുന്നിലേക്ക് വച്ചു തരുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ചാലഞ്ച് ഉണ്ട്. ആ ചാലഞ്ചിനെ എങ്ങനെയാണ് നമ്മുടെ പുതിയ പെൺകുട്ടികൾ നേരിടേണ്ടത്? ജീവിതം ഒരാൾ കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെയോ അല്ലെങ്കിൽ ഒരാളുടെ കൂടെ കല്യാണം കഴിച്ച് പ്രവാസ ലോകത്തേക്ക് ഒറ്റക്ക് വന്ന് ജീവിക്കുമ്പോൾ അതോടുകൂടെ തീർന്നു എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ പെൺകുട്ടികളുടെയൊക്കെ ജീവൻ ഒടുക്കിയത്. അടുത്ത കാലത്തായിട്ട് എനിക്ക് വരുന്ന ഒരുപാട് എൻക്വയറീസും ഒരുപാട് കാര്യങ്ങളിലും അവരൊക്കെ ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ച പെൺകുട്ടികൾ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ലൈഫിൽ, ഏത് ബിസിനസ്സാണ് തുടങ്ങാൻ പറ്റുക, എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, അതുകൊണ്ട് ജോലി എടുക്കാൻ ഏതൊക്കെ ജോലി എടുക്കാൻ പറ്റും, എവിടെയൊക്കെയാണ്, അങ്ങനെയുള്ളൊരു നിരവധി ആൾക്കാർ കോൺടാക്ട് ചെയ്യുമ്പോൾ പലർക്കും പറ്റാവുന്ന രീതിയിൽ പല കണക്ഷൻസ് ചെയ്തു കൊടുത്ത് അവർ ജോലിയിലേക്ക് കയറുന്നു. ആ ജോലിയിലേക്ക് കയറുന്നതോടെ അവരുടെ ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾക്ക് അവിടെ സമാധാനം ഉണ്ടാകുന്നു, അവർ എൻഗേജ്ഡ് ആവുന്നു. മനസ്സിനെ നമ്മൾ എത്ര കണ്ട് എൻഗേജ്ഡ് ആക്കുന്നോ അത്രയും നമുക്ക് സമാധാനം കിട്ടും എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ചിന്തിച്ച് നമ്മുടെ മനസ്സിനകത്തുണ്ടാക്കുന്ന ആ വലിയ ഒരു സങ്കുചിതമായ ഒരു സംഭവമാണ് നമ്മളിൽ ഇങ്ങനെയുള്ള അത്യാഹിതങ്ങളിലേക്ക് നമ്മളെ തള്ളി വിടുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്കിന് ജോലി കിട്ടാത്ത അവസ്ഥയാണ്, വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ 2 or 3 സ്ത്രീകൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല ബിസിനസ് തുടങ്ങാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടുത്തെ UAE മണ്ണിൽ, പ്രത്യേകിച്ച് ദുബായ് പോലെയുള്ള സിറ്റികളിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസാണ്, നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി. അത് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിരവധി ഓൺലൈൻ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്. ഇതിനൊന്നും വലിയ മുടക്ക് മുതലൊന്നുമില്ല, മറിച്ച് വേണ്ടത് ഒരു ഇച്ഛാശക്തിയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ആൾക്കാരുണ്ട് എന്ന് നാം സ്വയം മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു വലിയ സമൂഹം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, നിങ്ങളുടെ മക്കളുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരുണ്ട്, ചുറ്റിലുമുള്ളവരുണ്ട്, കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, കൂടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നിങ്ങൾ മുന്നിൽ കാണുക. ഒരേ ഒരു കേന്ദ്രത്തിൽ നിങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇയാൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു അത്താണി എന്നുള്ളിടത്ത് നിങ്ങൾ മാറി എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുക. ഈ ശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ആരും തന്നെ നമ്മളെ വന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നമ്മളെ സമാധാനിപ്പിക്കാൻ ആരുണ്ടാവില്ല. നമ്മൾ സ്വയം അതിനുവേണ്ടി മുതിരണമെന്ന് മാത്രമേ ഉള്ളൂ. ജോലി തേടി കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ വിശ്രമിക്കരുത്. ഒരു ബിസിനസ് തുടങ്ങുന്നത് വരെ നമ്മൾ വിശ്രമിക്കരുത്. കൊമേഴ്സ് പോലെ തന്നെ ഓൺലൈനിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ നിരവധി ഓപ്പർച്യൂണിറ്റീസാണ് സ്ത്രീകൾക്കുള്ളത്. അതവർ കണ്ടെത്തണം. നമുക്കതിനുള്ള അറിവുകളില്ലായിരിക്കാം, പക്ഷെ കഴിവുകളുണ്ടായിരിക്കാം. അറിവും കഴിവും രണ്ടാണ്. അറിവ് നേടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയോ മറ്റ് നമ്മുടെ എൻവയറമെൻ്റൽ പ്രാക്ടീസിലൂടെയോ ആണെങ്കിൽ കഴിവുകൾ സ്വതസിദ്ധമായി ജന്മസിദ്ധമായി നമുക്ക് കിട്ടുന്നതാണ്. പല കുട്ടികളിലും നല്ല കഴിവുകളുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇഷ്ടംപോലെ വ്ളോഗിങ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻഫ്ലുവൻസർ ഓപ്പർച്യൂണിറ്റീസ്, മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഡിജിറ്റലി ചെയ്യാവുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എത്രയോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് പഠിക്കണം, ഇത് മനസ്സിലാക്കണം. എന്നിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരാളും നമ്മുടെ മുഖത്ത് നോക്കി ഒരു വാക്ക് പോലും പറയാൻ ശക്തിപ്പെടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൂട്ടായ്മകളിലേക്ക് നിങ്ങൾ ഇറങ്ങുക. ഓർഗനൈസേഷനുകൾ ഇഷ്ടം പോലെയുണ്ട്. നാട്ടിലുള്ള കൂട്ടായ്മകളുണ്ട്, കോളേജ് അലുമിനികളുണ്ട്, അതേപോലെ തന്നെ സാമൂഹികപരമായിട്ട് നമ്മളെ കലാപരമായിട്ടും സാംസ്കാരികമായിട്ടും നമ്മളെ സഹായിക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഒക്കെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ പറ്റും. ആരും തന്നെ അടിമകളല്ല. ഓരോ ജീവിതത്തിനും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതാരും ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പരസ്പര ധാരണയോട് കൂടി അവർക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവരവരുടെ വഴികളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലും തന്നെ നാം ഭയപ്പെടേണ്ടതില്ല. ഓരോരാൾക്കും അവരുടെ ഇച്ഛാശക്തി അനുസരിച്ച് അവരുടെ തീരുമാനങ്ങളനുസരിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ആർജവം അവർ കാണിക്കുമ്പോൾ അതിനെ നമ്മൾ മറ്റു രീതിയിലേക്ക് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ജീവിതം ഒന്ന് മാത്രമാണ്. ദർ ഇസ് നോ സെക്കൻഡ് ചാൻസ്. ഒരു പ്രാവശ്യം പോയാൽ അത് തീർന്നു. നമ്മുടെ ജീവിതം നമുക്കുള്ളതാണ്. മരിക്കുന്നത് വരെ 70, 80, 90 വയസ്സ് വരെ ജീവിക്കാനുള്ള ഒരു അവകാശം, അർഹത നമുക്ക് ഈ ഭൂമി ലോകത്തുണ്ട്. താൽക്കാലികമായിട്ടുള്ള വിഷമങ്ങളിൽ, താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഇതോടുകൂടി ജീവിതം തീർന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് നിങ്ങൾ തെറ്റുപറ്റിയിരിക്കുന്നു. നിങ്ങൾക്കിനിയും വലിയൊരു ജീവിതം മുന്നിലുണ്ട്. നിങ്ങൾ വളരെ യങ്ങാണ്, വളരെ ടാലൻറ്റഡ് ആണ്, വളരെ എനർജറ്റിക് ആണ്. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ഫയറുണ്ട്. ആ ഫയറിനെ ഇഗ്നേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നല്ല സമ്പർക്കങ്ങളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. വീണു പോകരുത്.
കുരുക്കുകളിൽ വീണ് പോകരുത്, നമ്മൾ കെണിയിൽ അകപ്പെട്ടു പോകരുത്. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളാണ് പെയിൻറ് ചെയ്യുന്ന ആർട്ടിസ്റ്റ്. നിങ്ങളുടെ പെയിൻറ് ചെയ്യുന്ന ആ പെയിൻറ്റിങ് ബ്രഷ് നിങ്ങൾ മറ്റുള്ളവരടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ ചിത്രം വരക്കാൻ പറയരുത്. നിങ്ങളായിരിക്കണം അതിൻ്റെ ആർട്ടിസ്റ്റും, നിങ്ങളായിരിക്കണം അതിൻ്റെ ക്രിയേറ്ററും, നിങ്ങളായിരിക്കണം അതിൻ്റെ കൺട്രോൾ കടിഞ്ഞാൻ പിടിക്കുന്ന ആളും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, തേടി നടക്കുക. നമ്മൾ മുമ്പോട്ടുള്ള ഗമനം നമ്മുടേത് ജീവിതമാണ്, അത് മറക്കരുത്. നമ്മൾക്ക് മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മക്കളുടെ കാര്യം നോക്കാനുള്ള ഒരു ചുമതല നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് വേണ്ടിയെങ്കിലും മുമ്പോട്ട് ജീവിതം നയിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ സ്വയം മറന്നുകൊണ്ട് ജീവിക്കരുത്. സ്വയം എന്ത് നേടാൻ പറ്റും, ഒരു ഐഡൻറ്റിറ്റി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, സ്വന്തം കാലിൽ നിൽക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. എല്ലാവർക്കും നല്ല ജീവിതം വരട്ടെ. ഒരിക്കലും നിങ്ങൾ ഈ രീതിയിൽ ജീവിതം ഹോമിക്കപ്പെടാൻ അല്ലെങ്കിൽ ജീവിതം കളയാനുള്ള ഒരു ചിന്തയിലേക്ക് പോകരുത് എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ മുനീർ അൽ വഫ വിത്ത് ലവ്.